നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 40ഓളം രോഗികൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ വൈദ്യുതി വകുപ്പ് ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഫ്യൂസ് ഊരി. വ്യാപകമായി പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് 2 മണിക്കൂറിന് ശേഷം ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലുള്ള അല്ലപ്ര കൊയിനോണിയ ആശുപത്രിയിലെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിലാണ് സംഭവം. രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് നടത്തുന്നതിനിടെ വ്യാഴാഴ്ച രാവിലെ 8:30ഓടെയാണ് KSEB ലൈൻമാൻ എത്തി ഫ്യൂസ് ഊരിയത്. ഇൻവെർട്ടർ സംവിധാനം ഉപയോഗിച്ച് കുറച്ച് സമയം കൂടി മാത്രമേ ഡയാലിസിസ് തുടരാൻ കഴിഞ്ഞുള്ളൂ. സെന്ററിലെ ജനറേറ്റർ തകരാറിലായിരുന്നു. കൊയിനോണിയ അധികൃതരും രോഗികളുടെ ബന്ധുക്കളും വെങ്ങോല KSEB ഓഫീസിൽ ബന്ധപ്പെട്ടെങ്കിലും ബിൽ തുക അടയ്ക്കാതെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നായിരുന്നു KSEB ഉദ്യോഗസ്ഥരുടെ നിലപാട്. പിന്നീട് വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ടും MLA ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല. പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ, വാർഡ് മെമ്പർ PP എൽദോസ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുൾപ്പെടുന്ന സംഘം വെങ്ങോല KSEB ഓഫീസിൽ നേരിട്ടെത്തി ഉപരോധം തീർത്തതിനെ തുടർന്നാണ് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായത്. സ്ഥിതി കൂടുതൽ വഷളാവുമെന്ന ഘട്ടത്തിൽ 11 മണിയോടെയാണ് ഓവർസിയർ എത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. 30,000 രൂപയോളമാണ് കൊയിനോണിയയിലെ സെന്ററിലെ വൈദ്യുതി ബിൽ. മെയ് 1 ബിൽ തുകയ്ക്കുള്ള ചെക്കുമായി കൊയിനോണിയയിലെ ജീവനക്കാരൻ വൈദ്യുതി ഓഫീസിലെത്തിയെങ്കിലും അവധിയായതിനാൽ പിറ്റേ ദിവസം അടച്ചാൽ മതി എന്ന് പറഞ്ഞ് മടക്കിയെന്ന് പറയുന്നു. പിറ്റേന്ന് ഓഫീസ് തുറക്കുന്നതിന് മുൻപ് തന്നെ ലൈൻമാൻ എത്തി ഫ്യൂസ് ഊരുകയായിരുന്നു. കൊയിനോണിയയിൽ മാസം 1000ഓളം പേർക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് നൽകുന്നുണ്ട്. KSEB പറയുന്നത് പണമടയ്ക്കാത്തതിനാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള തീയതി ഏപ്രിൽ 27 ആയിരുന്നുവെന്നും ആതുരാലയം എന്ന പരിഗണനയിലാണ് 5 ദിവസം കൂടി സമയം നൽകിയതെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MA ബിജുമോൻ പറഞ്ഞു. 2 മാസം മുൻപ് ഉപയോഗിച്ച വൈദ്യുതിക്കാണ് പിന്നീട് 3 ആഴ്ച കൂടി സമയം അനുവദിച്ച് ബിൽ നൽകുന്നത്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് പ്രത്യേകമായി പരിഗണന നൽകണമെന്ന് ബോർഡ് നിഷ്കർഷിക്കാത്ത സാഹചര്യത്തിൽ ഫീൽഡ് സ്റ്റാഫിന് ഫ്യൂസ് ഊരുകയല്ലാതെ നിവർത്തിയില്ല. വിഷയം സംബന്ധിച്ച് ആരും പരാതിയോ അപേക്ഷയോ നൽകിയിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മേഖല തിരിച്ച് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ച് KSEB. ഉപഭോഗം കൂടിയ മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് KSEBയുടെ ബദൽ നിർദ്ദേശം വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യും. പീക്ക് സമയത്ത് ഉപഭോഗം കുറയ്ക്കാൻ വ്യവസായ സ്ഥാപനങ്ങളോടും KSEB ആവശ്യപ്പെടും. സംസ്ഥാന വ്യാപകമായി ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കേണ്ടെന്ന് ഇന്നലെ വൈദ്യുതി മന്ത്രി വിളിച്ച യോഗം തീരുമാനിച്ചിരുന്നു. അതിന് പകരമായി സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം KSEB മുന്നോട്ട് വയ്ക്കുന്നതാണ് മേഖല തിരിച്ചുള്ള നിയന്ത്രണം. ഉപഭോഗം കുത്തനെ കൂടിയ സ്ഥലങ്ങളിലാകും നിയന്ത്രണം. നിലവിൽ മലബാറിലാണ് ഉപഭോഗം കൂടുതൽ. ഒപ്പം ഉപഭോഗം കൂടിയ മേഖലകളിലെ വ്യവസായ സ്ഥാപനങ്ങളോടും പീക്ക് ടൈമിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താനും ആവശ്യപ്പെടും. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചാലും പുറത്ത് പ്രവർത്തിക്കുന്ന അലങ്കാര വിളക്കുകളും ബോർഡുകളും ഓഫ് ചെയ്യാനും ആവശ്യപ്പെടും. KSEBയുടെ ഉപഭോഗം കുറയ്ക്കാൻ ഗാർഹിക ഉപഭോക്താക്കളോട് നിർദ്ദേശിക്കും. ഈ രീതിയിലെ നിയന്ത്രണം വഴി പ്രതിദിനം 150 മെഗാവാട്ട് ഉപയോഗമെങ്കിൽ കുറയ്ക്കുകയാണ് ലക്ഷ്യം. കൂടുതലായി വൈദ്യുതി ഉപയോഗം വരുന്ന ട്രാൻസ്ഫോമറുകളുടെ പട്ടികയുണ്ടാക്കാൻ ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി.